ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേദാസ് വേൾഡ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ലച്ചു അല്ലാട്ടോ, ഷാമിലിയാണ് എൻ്റെ ചേട്ടത്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് ഒരു പെരവാസ്തുലിയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്ന് വെച്ചു. അങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ, സൂര്യൻ തലയ്ക്ക് മേളിലാണ്. ഈ വെയിലത്ത് കുട എടുക്കാതെ പോകുന്നത് ഞങ്ങളല്ലാതെ വേറെ ആരും കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കിനും പന്തലൊക്കെ ഇട്ടൊരു വീട് കണ്ടു. ആ വീടാണോ അതോ ഇനി വേറെയാണോ എന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തായാലും അങ്ങോട്ട് കയറാതിരുന്നത് നന്നായി, അതല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ അടുത്ത് വഴിയും ചോദിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയാലും കണ്ടുപിടിക്കണമല്ലോ. കുറേ ചെന്നപ്പോൾ കുറേ വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, ടാർപ്പയും കെട്ടിയിട്ടുണ്ട്, ബിരിയാണി ചെമ്പും കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുറച്ച് തകർന്നു പോയി ഗൈസ്. കാരണം ഉണ്ടല്ലോ, സദ്യ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കയറി കണ്ടു. വീടിനകമൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നിറയെ ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അറിയാവുന്ന ഒരാളെ കണ്ടു. അത് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ ഷാമിലിയുടെ ചിറ്റയായിരുന്നേ. അങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചു. യൂട്യൂബാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ദേണ്ട ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസ് വന്നു. അങ്ങനെ രണ്ടുപേർക്കും കിട്ടിയിട്ടോ. സാലഡും ഉണ്ട്. അങ്ങനെ രണ്ടുപേർക്ക് സാലഡും കിട്ടി. പിന്നെ വെള്ളം വന്നു, അച്ചാർ വന്നു, ചിക്കൻ വന്നു. പക്ഷെ ഒരു വിഷമം ഉണ്ട് കേട്ടോ, ചിക്കൻ്റെ ഒരു പീസേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെയും ചോദിക്കാനും പറ്റിയില്ല. സാരമില്ല, എന്തായാലും കിട്ടിയത് കഴിച്ചിട്ട് വീട്ടിൽ പോവാം, അല്ലാതെ എന്ത് പറയാനാ. അങ്ങനെ അവിടെ ഇരുന്ന് ചേട്ടത്തിയോട് ചോദിച്ചപ്പം സൂപ്പറാണെന്ന് പറയാം കേട്ടോ. പറഞ്ഞതിൽ തന്നെ എന്തോ ഇല്ലേ. ഞാൻ കഴിച്ചു, എൻ്റെ പാത്രത്തിന് ചുറ്റും എന്തൊക്കെയോ ഇരിക്കുന്നു. ഇവള് കഴിച്ച പോലെ വേണ്ടേ കഴിക്കാൻ. അങ്ങനെ കയ്യും കഴുകി ഞങ്ങൾ പോകാൻ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു പൂവ് കണ്ടു. ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഇതിന് മാങ്ങാന്ന് അറിയുന്ന കേട്ടോ പറയുക. ആലപ്പുഴയിൽ എന്തുവാ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിന് നല്ലൊരു വീട് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീടിൻ്റെ ബാൽക്കണിയിലോട്ടാണ് ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ പോയേക്കുന്നത്. നല്ല സൂപ്പർ വീടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? ഞാനും ഇതുപോലൊരു വീട് വെക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുവാണ്. പിന്നെയും നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ. പെട്ടെന്നൊന്ന് വീടെത്തിയാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ചേട്ടത്തി പറയുന്നുണ്ട് നിൻ്റെ വീഡിയോ ഒന്ന് നിർത്തടിയെന്ന്. അങ്ങനെ ഞങ്ങൾ വീടെത്താനായിട്ടോ. അപ്പോഴാണ് മോളിയമ്മ, ഞങ്ങളുടെ ഇവിടെ ഒരു മോളിയമ്മ ഉണ്ട് കേട്ടോ, വീണ് വയ്യാതായി കിടക്കുക കേട്ടോ. കാലിനെന്തോ ഫ്രാക്ചർ ഉണ്ടോയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മോളിയമ്മനെ കാണാൻ വേണ്ടി മോളിയമ്മയുടെ വീട്ടിൽ കയറി. മോളിയമ്മയ്ക്ക് പോലും അറിയത്തില്ല കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന കാര്യം. അങ്ങനെ ചേട്ടത്തി ഫ്രണ്ടിൽ കയറി ഞങ്ങൾ മോളിയമ്മയുടെ അടുത്ത് എത്തി. ഇന്നലെ വരെ വണ്ടിയിൽ ഓടി നടന്ന ആളാണ്. പെട്ടെന്നാട്ടോ വീണെന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പോൾ ഒന്ന് പോയി കാണണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ. അവിടെ ഇരുന്നപ്പോൾ അമ്മ വീഡിയോ കോൾ ചെയ്തു കേട്ടോ. എൻ്റെ അമ്മയാണ്. കുഞ്ഞിന് വള മേടിച്ചു, കൊട മേടിച്ചു എന്നൊക്കെ പറയുക. ഈ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിന് കൊടയെ എനിക്ക് മേടിച്ചിരുന്നെങ്കിൽ എനിക്കും കുഞ്ഞിനും ഒരുമിച്ച് പോകാമായിരുന്നില്ല. അമ്മയോട് പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കുള്ളൊരു സ്നേഹമല്ലേ. അങ്ങനെ പോട്ടെ.